Good morning. Good morning, Miss. Okay, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിസ് ഓഫ് കമ്പ്യൂട്ടർ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, അപ്പോ ഇത്തിരി ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്, ചിലപ്പോ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒക്കെ പോലെ തന്നെ ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോ തുടങ്ങാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ഒന്നുമില്ല, 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ് ആക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഓക്കെ, ചാപ്റ്റർ ഒക്കെ എടുത്തോ എല്ലാവരും? പേജ് നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ. ഓക്കെ, 65. എക്സാമിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, ഓഫീസിൽ നിന്ന് പറയും കേട്ടോ. ഞങ്ങൾക്കൊരു 2 ആഴ്ചക്കുള്ളിലൊക്കെ നിങ്ങളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. ഓക്കെ, ഇപ്പോഴേ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. റിവിഷനും കാര്യങ്ങളൊക്കെ ടൈം കിട്ടാണെങ്കിൽ റിവിഷൻ ഞാൻ തരാം കേട്ടോ. Introduction നോക്കാം ട്ടോ. Introduction. Hospital information system provides a general source of information about a patient's health history and doctor's scheduling time. The system must keep data in a secure place and control who can get a data in certain situations. അപ്പോ ഈ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് HIS എന്ന് പറയുന്നത്. ഓക്കെ, HIS. അപ്പോ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ജനറൽ സോഴ്സ് ആണ്. അതിനകത്ത് എല്ലാ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിക്കുലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് എന്ത് HIS അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടാവും. ഹോസ്പിറ്റലിലെ ഈ സിസ്റ്റം വഴിയായിട്ടാണ് ഡാറ്റയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി അതിനകത്ത് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ഷെഡ്യൂളിംഗ് ടൈം ഒക്കെ അത് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എല്ലാ റെക്കോർഡ്സും സൂക്ഷിച്ചു വെക്കുന്നതും ഈ HIS-ലാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലാണ്. ആർക്ക് എപ്പോ വേണമെങ്കിലും ഡാറ്റാസ് അവൈലബിൾ ആക്കാനായിട്ട് HIS-ലൂടെ സഹായിക്കുന്നുണ്ട്. ഇപ്പോ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോ ആയാലും ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ എന്തടിച്ചു കൊടുത്താൽ മതി? UHID ആണോ? UHID എന്താ? UHID പഠിച്ചിട്ടുണ്ടോ? UHID നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോ അതെ ആ നമ്പർ, ഓക്കെ, ID നമ്പർ ഇല്ലേ? ഓക്കെ, അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വരും. പേഷ്യൻസ് ഏത് ഡോക്ടറെയാണ് കാണുന്നത്, ഏത് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്, എന്ത് രോഗമാണ്, അതിനെ കുറിച്ചുള്ള ഹെൽത്ത് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കാണുന്ന വിവരങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റാഫിന്റെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും, എക്സ്പീരിയൻസ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവർ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നത് HIS. എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ചെറിയൊരു കൺസെപ്റ്റ് മനസ്സിലായോ എന്താണെന്ന്? ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. രോഗിയെ കുറിച്ചാണെങ്കിലും ഡോക്ടേഴ്സിനെ കുറിച്ചാണെങ്കിലും സ്റ്റാഫിനെ കുറിച്ചാണെങ്കിലും എല്ലാ വിവരങ്ങളും അതിനകത്ത് ഉണ്ടാവും. മനസ്സിലായോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയുന്നുണ്ട് കേട്ടോ. HIS-നെ പറയുന്ന മറ്റൊരു പേരാണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം,
ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിന്റെ ചുരുക്ക രൂപമാണ് HMS. ഓക്കെ, HMS എന്നും HIS പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയുന്നുണ്ട്. Is a computerized system that helps in managing clinical, financial, laboratory, inpatient, outpatient, pharmaceutical, etc. operating in a hospital with the help of the hospital management information system. Healthcare providers can concentrate more on providing quality healthcare to the patient. അപ്പൊ എന്താ പറയുന്നത്, ഈ HIS അല്ലെങ്കിൽ HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയർ ആണ് അല്ലെ, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻഷ്യല്, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിനിക്കൽ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ലബോറട്ടറി, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള്, ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ അല്ലെ, ഫാർമസിയിലെ ഡ്രഗിന്റെ കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും ആ സിസ്റ്റത്തില് അവൈലബിൾ ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ഇനി എന്താ പറയുന്നത്? ഇനി ഇവിടെ പറയുന്നത് ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ഈ HMS അല്ലെങ്കിൽ HISന്റെ ആ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ക്വാളിറ്റി ഉള്ള സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ആർക്കാണ്? ഡോക്ടേഴ്സിന് അല്ലെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്, ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റു സ്റ്റാഫുകൾക്ക് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നല്ല രീതിയിലുള്ള ഗുണനിലവാരമുള്ള ക്വാളിറ്റി കെയർ രോഗികൾക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ. A hospital information system help healthcare providers in designing their operations, including managing patient health records, EMR or EHR. അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. EMR എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്. അതുപോലെ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡും ഇത് രണ്ടും എന്താണ്? ഡിജിറ്റൽ റെക്കോർഡ്സുകളാണ്. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, ഹെൽത്ത് റെക്കോർഡ് അല്ലെ, മെഡിക്കൽ റെക്കോർഡ് ആയാലും ഹെൽത്ത് റെക്കോർഡ് ആയാലും പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഡിജിറ്റൽ റെക്കോർഡ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ HMS വഴി അല്ലെങ്കിൽ HIS വഴി, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാൻ പറ്റും, ബില്ലിംഗ് നടത്താൻ പറ്റും, ഡയഗ്നോസ്റ്റിക് അല്ലെ, അതിന്റെ റിപ്പോർട്ടുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഓരോ നമുക്കറിയാം ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ പല നമ്മൾ പറഞ്ഞു ക്ലിനിക്കല്, ഫിനാൻഷ്യല്, ലബോറട്ടറി, ഇൻപേഷ്യന്റ്, ഔട്ട്പേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽ, അങ്ങനെ പല മൊഡ്യൂൾസുകൾ ഉണ്ട്. ഓരോരോ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ സോഫ്റ്റ്വെയറുകളൊക്കെ തമ്മില് കൂട്ടി ഒരു പ്രിൻസിപ്പൽ സിസ്റ്റത്തിലോട്ട് ആക്കുന്നതാണ് എന്ത്? HMS എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ ഡോക്ടറെ കാണാൻ പോകുമ്പോ ആ ഡോക്ടർ നമ്മള് കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. ഞാൻ എന്താ കണ്ണിന്റെ ഷോർട്ട് സൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ കണ്ണ് ഡിസ്റ്റിന്റെ ബോർഡൊക്കെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് അകലെ നിന്ന് വരുമ്പോ. അപ്പോ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ അപ്പോ പരിശോധിച്ചു. അപ്പൊ ഷോർട്ട് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? മരുന്നുകളൊക്കെ നമുക്ക് തരുമല്ലോ, ഒരു കുറിപ്പടി അല്ലെ, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതി തരാറുണ്ട് ഇല്ലേ ഡോക്ടറെ അടുത്ത് പോകുമ്പോ. അങ്ങനെ ഞാൻ പരിശോധിച്ച് കഴിഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോളൂ, ഫാർമസിയിലോട്ട് പോയാൽ മതി.
അവിടെ മരുന്നുകൾ നമുക്ക് തരും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ ഈ ഡോക്ടർ എന്താ ചെയ്തത്, ഡോക്ടറിന്റെ അവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. അവിടെ എന്ത് ചെയ്തു, മരുന്നുകളൊക്കെ ടൈപ്പ് ചെയ്ത് ഫാർമസിയിലോട്ട് അയച്ചു. അപ്പൊ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സോഫ്റ്റ്വെയറുകളുണ്ട്. ഇപ്പൊ ലബോറട്ടറിയിലാവാം, നമുക്ക് എന്താണ് ഇപ്പോ ആ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് അവിടെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ട ആവശ്യമില്ല. ലബോറട്ടറിയിൽ നിന്ന് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഏതാളുടെയാണോ അയാളുടെ ടെസ്റ്റ് റിസൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് ഡോക്ടറുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് അയക്കുന്നുണ്ട്. ഓക്കെ, അതാണ് HMS എന്ന് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും കൂട്ടി യോജിപ്പിച്ച് എല്ലാം, റേഡിയോളജി അതുപോലെ, മനസ്സിലായോ കൺസെപ്റ്റ് എന്താണ്, റേഡിയോളജി ഉണ്ടാവും, ലബോറട്ടറി ഉണ്ടാവും, ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ്, അതുപോലെ ഫിനാൻഷ്യൽ ഡാറ്റകള്, നമുക്ക് ഹോസ്പിറ്റലിന്റെ ലാഭം, നഷ്ടങ്ങള്, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, അതൊക്കെ നമുക്ക് എന്താണ് ഈ സിസ്റ്റം വഴി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റത്തില് അവൈലബിൾ ആയിരിക്കും എല്ലാ ഡാറ്റാസുകളും. ക്ലിയർ ആണോ നിങ്ങൾക്ക്? മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ക്ലിയർ ആയില്ലേ അത്? ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യാം. ഇപ്പൊ ഒരു രോഗിക്ക് ഇപ്പോ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഡോക്ടറെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ത് ചെയ്യാം, മൊബൈൽ ഫോണില് അയാളുടെ സൗകര്യം അനുസരിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള ഡോക്ടർ, ഇഷ്ടമുള്ള ഡേ, ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ ഈ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുപോലെ ബില്ലിംഗ് ചെയ്യാൻ പറ്റും, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ എന്താണ് നമുക്ക് അവിടെ പോയി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് നമ്മുടെ ഡോക്ടറെ ആണോ കാണുന്നത് അവിടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഡോക്ടറെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് അയക്കുന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ എങ്ങനെയുള്ള എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറെ കൂടി ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനായിട്ടും, അതുപോലെ മാനുവലി നമ്മളിപ്പോ കുറെ റിപ്പോർട്ടുകളും കാര്യങ്ങളും മാനുവലി മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുറെ എറേഴ്സുകൾ വരുന്നുണ്ട് അല്ലെ. പക്ഷെ ഈ സിസ്റ്റം വഴി നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, എറേഴ്സുകൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ അതിന് ടൈം പോകില്ല, കുറെ കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ. The major role of HIMS is to record information on health events and verify the quality of services at different levels of health care. The importance of people evaluation is a part of the concept of giving importance to patients' views and developing the ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസസ്. അപ്പോ ഇതിൽ പറയുന്നത്, ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്, നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ആ ഹെൽത്ത് ഇവന്റ്സുകൾ റെക്കോർഡ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ പേഷ്യൻസ് വ്യൂസുകൾ, ആശയങ്ങൾ, പേഷ്യൻസിന് ഓരോ ആശയങ്ങൾ, വ്യൂസുകളൊക്കെ ഉണ്ടാവും അല്ലെ, അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സോഫ്റ്റ്വെയർ സഹായകമാണ്. Health care hospital information system benefits includes improving patient satisfaction through improved communication, greater provider sensitivity towards the patient, improved community awareness about the quality of service and overall better use of the services in the health system. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താണ് HIS വഴി കുറേയധികം ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആവാനായിട്ടും, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടും, അതുപോലെ എന്താണ് പേഷ്യൻസിന്റെ അവയർനെസ്, ക്വാളിറ്റി ഉള്ള സർവീസുകൾ കൊടുക്കാനായിട്ടും, പേഷ്യൻസിന് കൂടുതൽ അവയർനെസ് കിട്ടാനായിട്ടും, നല്ല രീതിയിൽ ഓവറോൾ ആയിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റം, ആ ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് നടത്തുന്നതിന് ഈ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്താണ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ് ദ health information of patients in health care facility. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ഡിജിറ്റൈസ്ഡ് സിസ്റ്റം ആണ് അല്ലെ HIS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HMS എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇതെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആ ഇൻഫർമേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്, പല ഇൻഫർമേഷൻസ് ഉണ്ടാവും, അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ എന്താണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. താഴെ ഒരു
പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണാൻ പോകുന്നതും അതുപോലെ അഡ്മിറ്റ് ആവാൻ പറയുമ്പോൾ വാർഡിൽ കിടക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മെഡിസിൻ വാങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് പേജ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം കേട്ടോ. Okay. Next ആണ് ഇത് components of a hospital management system. HIS-ന്റെ components ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 10 components നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് appointment management. Okay, ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിന്റെ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല, വന്ന് കണ്ടിട്ടില്ല. ജസ്റ്റ് അതൊന്ന് മിസ് ഒന്ന് വായിച്ചിട്ട് അതിന്റെ കൺസെപ്റ്റ് എന്താണോ മാത്രം പറഞ്ഞത്. Appointment management. Managing appointments manually is not only monotonous but also increase the chances of making an errors. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter, and cancel appointments online. A hospital management system enables us to add a scheduling options to hospitals website so that patient can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system
will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slot in real time to avoid any perplexity at the hospital. Perplexity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പം. The next step in appointment booking is to gather medical documents, and HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at his or her house, the system will verify the doctor's availability or the remote visit and assign accordingly. In this way, patient can create an easy and error-free process to digitizing the appointment reserving process. അപ്പൊ എന്താണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് ഒരാളെ തനിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മാനുവലി ചെയ്യുകയാണെങ്കിൽ എറേഴ്സ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അടുത്തിടെ ഒരു പഠനം നടത്തിയതിൽ മനസ്സിലായ ഒരു കാര്യം എന്താണ്? 68% ആളുകൾ പോലും അവരുടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ ഓൾട്ടർ ചെയ്യാനോ മാറ്റാനോ കഴിയുന്ന ഒരു ആശുപത്രിയാണ് തിരഞ്ഞെടുക്കുന്നത്. HMS അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആശുപത്രികൾക്കും വെബ്സൈറ്റുകൾ ഉണ്ട് അല്ലെ? ഓക്കെ, വെബ്സൈറ്റുകൾ ഉണ്ട്. ആ വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. HMSന്റെ അല്ലെങ്കിൽ HISന്റെ ഒരു പ്രത്യേകതയാണ് ആ വെബ്സൈറ്റിലേക്ക് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ചേർക്കാൻ സാധിക്കുന്നു. ഈ ഷെഡ്യൂളിംഗ് ഓപ്ഷനിലൂടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതും ക്യാൻസൽ ചെയ്യാനായിട്ടും മാറ്റങ്ങൾ വരുത്താനായിട്ടും സാധിക്കുന്നുണ്ട്. ഇതുവഴി രോഗികൾക്ക് എളുപ്പത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? രോഗി ഒരു അപ്പോയിന്റ്മെന്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം രോഗിയുടെ രോഗത്തെ അതുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു രോഗി ഫീവർ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഏത് ഫിസിഷ്യനാണോ ഉള്ളത് ആ ഫിസിഷ്യനായിട്ട് ഈ സിസ്റ്റം എന്ത് ചെയ്യും? കണക്ട് ചെയ്യുന്നുണ്ട്. അറ്റ് എ ടൈം രോഗികള് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള ആശയക്കുഴപ്പം അല്ലെ, പെർപ്ലെക്സിറ്റി, ആശയക്കുഴപ്പം വന്നേക്കാം. അങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ലോട്ടുകളായിട്ട് അപ്പോയിന്റ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പിന്നീട് രോഗിയുടെ റെക്കോർഡ് HMS യൂസ് ചെയ്ത് കളക്ട് ചെയ്യുന്നു. HMS യൂസ് ചെയ്തുകൊണ്ട് രോഗിയുടെ റെക്കോർഡ് കളക്ട് ചെയ്യുകയും അത് ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ചില രോഗികൾക്ക് ഇപ്പൊ ഹോസ്പിറ്റലില് ഇപ്പൊ കിടപ്പോടുകൂടി കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അവർക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗികൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ ലിസ്റ്റ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? അവരെ ചുമതലപ്പെടുത്തും. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കൂടുതൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടും അത് അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, ഏത് ടൈമില് കാണണം, ഏത് വീക്കില് കാണണം, അപ്പൊ അങ്ങനെയുള്ള ഓൾട്രേഷൻ വരുത്തണമെങ്കിൽ ഓൾട്രേഷൻ ചെയ്യാനായിട്ടും ഏതിലൂടെ സാധ്യമാണ്? HMSലൂടെ സാധ്യമാണ്. ക്ലിയർ ആയോ? അതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്.
അപ്പൊ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ മിസ് പറഞ്ഞതിന്റെ ആ കൺസെപ്റ്റിന്റെ ബേസില് ജസ്റ്റ് ഒന്ന് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്താണെന്നുള്ള ആ പാരഗ്രാഫുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് നിന്ന് കണ്ടിട്ടില്ല. ചിത്രങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ക്ലിയർ ആയോ? അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ഓക്കെ. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് patient management. After the patient orientation is completed, the patient is shifted to the IPD or OPD. IPD, OPD ഒക്കെ full form അറിയാലോ. Okay. The patient management module of HMS caters to the necessities of the inpatient and outpatient department. It collects and stores the medical history, treatment required, details of their previous visits, upcoming appointments, report insurance details, and more. It generates unique admission numbers for each patient to easily handle admission, discharge, and transfer. It also builds a comprehensive discharge summary to make sure the smooth discharge. At the same time, it records and generates related document, example, consent form for electronic signature. When you begin collecting and storing data on an HMS
default also eliminates the needs to keep these details on every visit. HMS enables doctors and staffs to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, consider integrating your HMS with marketing automation software. It will help you to automate communication with the patients and the doctors. You can send appointments and lab test reminders or follow-ups and create meaningful, long-lasting relationship. അപ്പോ ഇതിൽ പറയുന്നത് ഈ പേഷ്യന്റ് മാനേജ്മെന്റിൽ പറയുന്നത് ഒരു രോഗി രജിസ്ട്രേഷൻ ഹോസ്പിറ്റലിൽ വന്നിട്ട് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവരുടെ വിവരങ്ങള് നമ്മൾ എന്ത് ചെയ്യും? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അല്ലെങ്കിൽ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പാസ് ചെയ്യും. അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്താണ്? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്യും അല്ലെ. നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പൊ കാഷ്വാലിറ്റിയിലോട്ടൊക്കെ രോഗിയെ കൊണ്ടുവരുമ്പോ അവര് നമ്മള് അഡ്മിറ്റ് ആക്കാം എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ റൂം എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ്, വാർഡിലേക്കാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ടല്ലേ അവിടുത്തെ സ്റ്റാഫുകള്. അപ്പോ നമുക്ക് ആ ഇൻഫർമേഷൻസ് ഒരു രോഗി ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്താണ് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോ അവരുടെ വിവരങ്ങള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ പാസ് ചെയ്യുന്നു. മനസ്സിലായോ? അതിനുശേഷം എന്താണ് ഈ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതൊക്കെ ഒരു മൊഡ്യൂളുകളാണ് കേട്ടോ. ഓരോ മൊഡ്യൂൾ ഓരോ സോഫ്റ്റ്വെയർസ് ആണ്. ലബോറട്ടറി, അതുപോലെ ക്ലിനിക്കല്, റേഡിയോളജി, സപ്ലൈ, അങ്ങനെ എല്ലാത്തിന്റെ ഒരു മൊഡ്യൂളുകൾ ഉണ്ട്. മനസ്സിലായോ? ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും ഒരു മൊഡ്യൂള് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഫ്റ്റ്വെയർസ് ആണ്. എന്നിട്ട് ആ പല ഡിപ്പാർട്ട്മെന്റിന്റെ ആ സിസ്റ്റത്തിനെ ഒരുമിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്തിലുണ്ടാവും? ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നുണ്ട്. HMS അല്ലെങ്കിൽ HIS ഉണ്ടാവും, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൊഡ്യൂൾ ആണ്, സോഫ്റ്റ്വെയർ ആണ്. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് സിസ്റ്റത്തില് പല മൊഡ്യൂളുകളുണ്ട്, അവർക്കൊക്കെ ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതില് പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ് രോഗിയുടെ വിവരങ്ങൾ ഇൻപേഷ്യന്റ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നത്. മനസ്സിലായോ? പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ മൊഡ്യൂളിലാണ് പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ടാകുന്നത് അല്ലെ. അപ്പോ അവിടെ ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളാണ് രോഗിയുടെ വിവരങ്ങള് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെങ്കിൽ അവിടേക്ക്, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെങ്കിൽ അവിടേക്ക് അയക്കുന്നത്. ഓക്കെ, ഒരു രോഗിയുടെ സകല ഡീറ്റെയിൽസ് പരിശോധിക്കുന്നത് ആരാണ്? പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും പരിശോധിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. ഏതിന്റെയാണ് ഉണ്ടാകുന്നത്? പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളില്. കൂടാതെ അഡ്മിഷൻ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വരുമ്പോ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അഡ്മിഷൻ നമ്പർ അല്ലെ, അഡ്മിഷൻ നമ്പർ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അതിലിപ്പോ അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിസ്ചാർജ്, ട്രാൻസ്ഫർ അല്ലെ, ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അങ്ങനെ വലുതും വേണമെങ്കിൽ, അവർക്ക് സൗകര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഡിസ്ചാർജ് ആയാലും അഡ്മിറ്റ് ആയാലും ട്രാൻസ്ഫർ ആയാലും എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളാണ്. അതുപോലെ തന്നെ ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുമോ അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയാണ്? ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. കൂടാതെ ഡിസ്ചാർജ് സമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കൂടി ഇതിനകത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിസ്ചാർജുമായിട്ട് പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും, ട്രീറ്റ്മെന്റുകള്, റിപ്പോർട്ടുകള് അല്ലെ, ലാബ് ടെസ്റ്റുകള്, അങ്ങനെ പല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസുകളും ഇതിനകത്ത് ഉണ്ടാവും. മാത്രമല്ല ഇലക്ട്രോണിക് സിഗ്നേച്ചർ കൺസെന്റ് ഫോമുകളില് രോഗിയുടെ പക്കലിൽ നിന്ന് ശേഖരിച്ച് ആ സിസ്റ്റം
ക്രമീകരിക്കാനായിട്ട് ശേഖരിക്കാനായിട്ട് ആ സിസ്റ്റം ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ അറിയോ നിങ്ങൾക്ക്? കാണാത്തവരെ ജസ്റ്റ് ഒന്ന് ക്രോമിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അറിയാൻ പറ്റുമല്ലോ ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യുന്നത് ഇല്ലേ കൺസിന്റെ ഫോമിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും രോഗികൾക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രാവശ്യം ഇപ്പൊ ഒരു രോഗിയുടെ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഡോക്ടർ ഇപ്പൊ ചിലപ്പോ 2 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ രോഗി ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോഴോ 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴോ രോഗിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ എന്താണ് തന്നെ അതില് അപ്ഡേറ്റ് ആയിക്കോളും. മനസ്സിലായോ? ഓരോ കാര്യങ്ങളും കേട്ടോ, ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും HMS ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ അല്ലെ. ഓക്കെ, അവിടെ പറയുന്നത് എന്താണ്, ഈ സോഫ്റ്റ്വെയർ HMS ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പല ബെനിഫിറ്റ്സുകളും ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് പ്രധാന ബെനിഫിറ്റ്സ്? എന്താണ്, പേഷ്യൻസിന്റെ റിപ്പോർട്ടുകള് ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യൻസിന്റെ UHIDയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ചെയ്യും. മനസ്സിലായോ? പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആ UHID നമുക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? പേഷ്യൻസിന്റെ സകല ഡീറ്റെയിൽസും ഉണ്ടാവും അല്ലെ. UHID എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ. നമ്പർ. ഓക്കെ, ID നമ്പർ ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഡോക്ടേഴ്സിന് റൂമിൽ ഇരുന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഡോക്ടേഴ്സിന് അയച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് ഇതിലൂടെ. പേഷ്യൻസിന്റെ മൊബൈലില് UHID കണക്ട് ആകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ മൊബൈലില് അലേർട്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, പേഷ്യൻസിന്റെ സകല ഡീറ്റെയിൽസും, അതുപോലെ തന്നെ എന്താണ്, ഈ ഡിസ്ചാർജ് അഡ്മിറ്റ് ആവണമെങ്കിൽ അത്, അതുപോലെ ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ HMS വഴിയാണ്. സകല കാര്യങ്ങളും പേഷ്യൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും. അതുപോലെ തന്നെ ഇപ്പൊ രോഗി ഒരു പ്രാവശ്യം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UHID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും രോഗി ഡോക്ടറെ കാണാൻ വരുമ്പോ അത് എല്ലാ കാര്യങ്ങളും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയുള്ള സൗകര്യങ്ങള് പല എന്താണ്, പിന്നെ പല കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇപ്പോ പേഷ്യൻസിന്റെ ആ മൊഡ്യൂള് അല്ലെ, പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിലെ എല്ലാ വിവരങ്ങളും അല്ലെ, ഇൻ പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണെങ്കിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അല്ലെങ്കിൽ അഡ്മിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ വിവരങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും HMS സാധ്യമാണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, പേഷ്യന്റ് മാനേജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. UHID എന്ന് പറഞ്ഞാല് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ.
ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? എന്താണ് ഫെസിലിറ്റി? സൗകര്യങ്ങൾ. വെരി ഗുഡ്. സൗകര്യങ്ങൾ അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. ഫെസിലിറ്റി മാനേജ്മെന്റ്. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you to keep record of bed availability, occupancy status of rooms with a specialized care and more. It collects all such informations and make it easily available to receptionists. If the hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patient can visit any hospital in the basis of their convenience, as all the records are available online. ഇവിടെ പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്താണെന്നാണ് അല്ലെ? സൗകര്യങ്ങള് ഹോസ്പിറ്റലില് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ്. ഏതൊക്കെയാണ്? ബെഡിന്റെ അവൈലബിലിറ്റി. ഓക്കെ, ബെഡിന്റെ അവൈലബിലിറ്റി. അതുപോലെ തന്നെ ഒക്യുപ്പൻസി സ്റ്റാറ്റസ് അല്ലെ? ഒക്യുപ്പൻസി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിലവില് എത്ര റൂമുകളുണ്ട്, ഓക്കെ, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, ഓക്കെ, നിലവിൽ എത്ര റൂമുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ബെഡിന്റെ അവൈലബിലിറ്റി, നിലവിൽ എത്ര റൂമുകളുണ്ട്, അതില് എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട പല രേഖകള്, ഇതൊക്കെ എന്തില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്? ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സൗകര്യങ്ങളാണ് അല്ലെ? ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങളാണ് അത് ഇതിനകത്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾസിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് എന്തൊക്കെയാണ്? ബെഡിന്റെ അവൈലബിലിറ്റി ഉണ്ടാവും, occupancy status of the room with the specialized care അല്ലെ? ബെഡിന്റെ അവൈലബിലിറ്റി, എത്ര ബെഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എത്ര പേര് അവിടെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ സ്പെഷ്യലൈസ്ഡ് പിന്നെ സ്പെഷ്യലൈസ്ഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഫെസിലിറ്റി മാനേജ്മെന്റില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പറ്റും റിസപ്ഷനിസ്റ്റിന്. മാത്രമല്ല ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ ആക്സസ് ചെയ്യാനായിട്ടും, രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സ് ആക്സസ് ചെയ്യാനായിട്ടും ഈ HMS സാധ്യമാണ്. ഇപ്പോ ഒരു രോഗിക്ക് എന്താണ് ഹോസ്പിറ്റലിലെ മറ്റു ബ്രാഞ്ചിലേക്ക് രോഗിയെ പറഞ്ഞു വിടുമ്പോൾ മെഡിക്കൽ റെക്കോർഡ്സുകൾ കൊടുത്തു വിടണമെന്നില്ല. എന്തിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും? HMS-ലൂടെ നമുക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഫെസിലിറ്റി മാനേജ്മെന്റിൽ വരുന്നത്. ഓക്കെ, റിസപ്ഷനിസ്റ്റിന് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് രോഗികളുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. എന്തിലൂടെയാണ്? ഒരു രോഗിയെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റു ബ്രാഞ്ചിലേക്ക്, ഹോസ്പിറ്റലിനെ തന്നെ മറ്റു ബ്രാഞ്ചിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്താണ് അവിടേക്ക് മെഡിക്കൽ റെക്കോർഡ് കൊടുത്തുവിടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? സിസ്റ്റത്തിൽ നിന്ന് മറ്റു സിസ്റ്റത്തിലേക്ക് അയച്ചാൽ മതി അല്ലെ? അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? ഫെസിലിറ്റി മാനേജ്മെന്റ് ഇത്രമാത്രം മനസ്സിലാക്കാം. ഇപ്പൊ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ മറ്റു ബ്രാഞ്ചിലേക്ക് വിടുമ്പോൾ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ കൊടുത്തുവിടേണ്ട ആവശ്യമില്ല, സിസ്റ്റം വഴി നമുക്ക് അഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡിന്റെ അവൈലബിലിറ്റി അറിയാൻ പറ്റും. ഇനി എത്ര പേർ ഡിസ്ചാർജ് ആയിട്ടുണ്ട്, എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളിൽ അറിയാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാഫ് മാനേജ്മെന്റ്. The staff management module facilitates the concrete solution to the HR department. It includes record of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of staff files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. അപ്പോ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, എന്ത് ഡീറ്റെയിൽസ് ആയിരിക്കും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്? എന്ത് ഡീറ്റെയിൽസ് ഉണ്ടാവും? ആരെ കുറിച്ചായിരിക്കാം? ഗസ് ചെയ്യാൻ പറ്റോ? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാല് സ്റ്റാഫിനെ കുറിച്ചാണ് അല്ലെ? ഓക്കെ, സ്റ്റാഫിനെ കുറിച്ചാണ് അല്ലെ? സ്റ്റാഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലില് എത്ര സ്റ്റാഫുകളുണ്ട്, അവരുടെ ആ ഡീറ്റെയിൽസ്, സ്റ്റാഫുകളുടെ റെക്കോർഡ്സ്, അതുപോലെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ ജോലി എന്താണ്, പലതരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ടാവും അല്ലെ? ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ഓക്കെ, സർവീസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രവൃത്തി പരിചയം, എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എത്രയുണ്ട്, എത്ര ഇയേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റാഫിനെ കുറിച്ച്, എത്ര സ്റ്റാഫുകളുണ്ട്, വർക്കിംഗ് ഷെഡ്യൂളുകള്, അവരുടെ ജോബ് ഡീറ്റെയിൽസ്, അവരുടെ റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി എന്താണ്, അതുപോലെ അവർക്ക് എത്ര പ്രവൃത്തി പരിചയമുണ്ട് എന്നൊക്കെ എന്തിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും? സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാലും ഓരോ സ്റ്റാഫിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾസിൽ ഉണ്ടാവും. സ്റ്റാഫിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഫയൽസുകൾ നമുക്ക് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് എന്തറിയാൻ പറ്റും? സ്റ്റാഫിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും മിസ് എടുക്കുന്നുള്ളൂ. ഇത്രയും വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണല്ലേ? ഓക്കെ, ഓ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.